ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭര പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരേ. സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും. വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളക്കാലമൂഴിയെ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്ര്യമനഘമനൂപമം. ആദിത്യപുത്രനു നൽകിനാനാദരാലാദിതേയാധിപ പുത്രതനയനും. അംഗദദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗലാപാംഗിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാവിലയതീനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്യുതം. കണ്ഠദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭർതൃമുഖാബ്ജവും മാരുതിവക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും. ഇംഗിതജ്ഞൻ പുരുഷോത്തമനന്നേരം മംഗളദേവതയോടു ചൊല്ലിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാരുൾ കമലത്തിൽ നിനക്കു മനോഹരേ. നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോമലേ. എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ. ഹാരവും പൂണ്ടു വിളങ്ങിനാനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം. അഞ്ജലിയോടും തിരുമുൻപിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ. മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിരാനന്ദ പരവശനായി മധുരാക്ഷരം. മാരുതനന്ദനാ വേണ്ടും വരത്തനീ വീരാ വരിച്ചു കൊള്ളുകേതും മടിയാതെ. എന്നതു കേട്ടു വന്ദിച്ചു കപീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ നിൻ തിരുവടി തന്നുടെ നാമവും
ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകേ മാനസേ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ടാദയാനിധേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുമുണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷനനുഗ്രഹം നൽകിനാൻ. മൽകഥയുള്ള നാൾ മുക്തനായി വാഴ്ക നീ. ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദ ബാഷ്പ പരിതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നയും പിന്നയും രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ടു. രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം പൊക്കു തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനോവരൻ. ഗച്ഛ സഖേ പുരം ശൃംഗിവേരം ഭവാൻ. മൽചരിത്രങ്ങളും ചിന്തിച്ചു വാഴ്ക നീ. ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭജിച്ചിടുകന്നോടു നീ. ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനെ യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാലാശ്ലിഷ്ടനായ ഗുഹൻ തഥാ. ഗംഗാനദി പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മാല്യകളഭഹരി ചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർനാദരാൽ. മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധപൂകെന്നയച്ചരുളിടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ധപുക്കു സുഖിച്ചു മരുവിനാൻ. സീതാ ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു. സീതയെ കൊണ്ടു കൊടുപ്പിച്ചോരോ തരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി. വിദേഹരാജ്യത്തിനു പോകെന്നു പുൽകി കനിവോടു യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിനും വസ്ത്രാഭരണങ്ങളാശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മലഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദമുൾക്കൊണ്ടു പോയാരവർകളും. നക്തഞ്ചരേന്ദ്രൻ വിഭീഷണനന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ ചരണാംബുജം. മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേരൊരു ജാതി ഞാൻ. ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴ്ക നീ
നാശമരികളാലുണ്ടാകയില്ലതേ. എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണു പരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിടുകെന്നു നിയോഗിച്ചു മുക്തഫലമണി സ്വർണഭാരങ്ങളും ആവോളവും കൊടുത്താശു പോവാനയച്ചാവിർമുത ഉണർന്നിടിനാൻ പിന്നെയും. ചിത്തേ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ. ലങ്കയിൽ ചെന്നു സുഹൃജ്ജനത്തോടു മാതംഗമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. ശ്രീരാമന്റെ രാജ്യഭാരഫലം. ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്യുതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധവ്യ ദുഃഖം വനീതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യു ഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടുമാറില്ല കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നുമിളക്കം വരുത്തുകയില്ലാരുമേ. എല്ലാവനുമുണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോന്നിതിൽ പരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നു വീടിനാർ. രാമായണത്തിന്റെ ഫലശ്രുതി. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്രം. അധ്യയനം ചെയ്യിൽ മർത്യനിജന്മനാ മുക്തി സിദ്ധിക്കുമതിനേയ സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ
മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം, വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടുമർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കെ സുഖിയായി വരുമവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും, വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകുമാധികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണ താപസമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമന്വഹം. കൽമഷമെല്ലാം അകലുമതേയല്ല, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരനദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ. നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്തിടും മുദാ കേൾക്കിലും. സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകനും. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭര പരിപാലനവും ചെയ്തു. വിശ്വംഭര ഭൂമി പരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ. സസ്യസമ്പൂർണമായി വന്നു ഇത് അവനിയും. ഭൂമിയിൽ സസ്യലതാദികൾ തഴച്ചു വളരാൻ തുടങ്ങി. ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വീടുകളൊക്കെ ഉത്സവയുക്തമായി, എന്നാൽ അത്രയും സന്തോഷമുള്ളതായി തീർന്നു. വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. വൃക്ഷങ്ങളിലൊക്കെ നല്ല മധുരമായ ഫലങ്ങൾ ഉണ്ടാകുന്നു. ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലമൂഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. ദുർഗന്ധമുള്ള പുഷ്പങ്ങളൊക്കെ പിന്നീട് നല്ല ഗന്ധമുള്ള പുഷ്പങ്ങളായി മാറി. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്ക് കൊടുത്തു രഘൂത്തമൻ. പിന്നീട് രഘൂത്തമൻ ശ്രീരാമചന്ദ്രൻ ഓരോരുത്തർക്കായിട്ട് ദാനം ചെയ്യുകയാണ്. വസ്ത്ര ആഭരണ മാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്ക് നൽകിയിടിനാൻ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മാലകൾ, അങ്ങനെ അസംഖ്യം മാല്യങ്ങളും ഇതൊക്കെ പൃഥ്വീസുരന്മാർ ബ്രാഹ്മണന്മാർക്ക് നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം. സ്വർണ രത്നം കൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള നല്ലൊരു മാല. മഹാപ്രഭം, നന്നായി വെട്ടിത്തിളങ്ങുന്ന വർണ്ണവൈചിത്രം, പല വർണ്ണങ്ങളിലുള്ള അനഘം, അനുപമം, പരിശുദ്ധമായിട്ടുള്ള അനുപമം. ഇതിനോട് ഉപമിക്കാൻ മറ്റൊന്നില്ല. അതുപോലെ ഒരു മാല ആദിത്യപുത്രന് നൽകിനാൻ, സുഗ്രീവന് നൽകി.
ആദരാൽ ആതിഥേയ അധിപപുത്ര തനയനും, ആതിഥേയ അധിപൻ ഇന്ദ്രൻ, ഇന്ദ്രന്റെ പുത്രൻ ബാലി, ബാലിയുടെ തനയൻ അംഗദൻ, അംഗദന് അംഗദദ്വന്ദ്വം, അതായത് തോൾവളകൾ, 2 തോൾവളകൾ കൊടുത്തോരനന്തരം അത് കഴിഞ്ഞ് സീതാദേവിക്ക് കൊടുക്കുകയാണ് മംഗല അപാംഗിയാം, നല്ല നോട്ടമുള്ള സീതാദേവിക്ക് മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിന് അങ്ങനെയുള്ളൊരു ഹാരം. അതായത് ഈ ലോകം സുമേരു പർവ്വതത്തോടുകൂടെ കൊടുത്താൽ പോലും ഇതിന്റെ അത്രയും വില വരില്ല എന്നാണ്. അതുപോലെ ഒരു ഹാരം, ഒരു മാല കൊടുത്തതു കണ്ട് വൈദേഹിയും, എന്നാൽ സീതാദേവി അത് തനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അതാണ് പാരം പ്രസാദിച്ചു, തന്നതിൽ സന്തോഷിച്ചു. എന്നിട്ട് മന്ദസ്മിത അന്വിതം, ഒരു ചിരിയോടുകൂടി തന്റെ കണ്ഠദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ട്, അത് തിരിച്ച് കഴുത്തിൽ നിന്ന് പുറത്തേക്കെടുത്തിട്ട് 2 കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. തന്റെ കഴുത്തിൽ നിന്നെടുത്ത മാല 2 കൈകൊണ്ടും ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഭർത്തൃമുഖാബ്ജവും മാരുതി വക്ത്രവും, ആദ്യം ഭർത്താവായ ശ്രീരാമചന്ദ്രനെ നോക്കി, എന്നിട്ട് മാരുതിയുടെ മുഖത്ത് നോക്കി, മധ്യേ മണിമയമാകിയ ഹാരവും, ഇതിന്റെ ഇടയിൽ ഈ മാല ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് സീതാദേവി. അപ്പോൾ സീതാദേവിയുടെ മനസ്സറിഞ്ഞ, അതാണ് ഇംഗിതജ്ഞൻ, ദേവി എന്താണ് ഇച്ഛിക്കുന്നത് എന്നറിഞ്ഞ പുരുഷോത്തമൻ അന്നേരം മംഗലദേവതയോട് ചൊല്ലിയിടിനാൻ. സീതയോട് പറയുകയാണ്, ഈ കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാര് ഉൾക്കമലത്തിൽ നിനക്ക് മനോഹരേ, ഇവിടെ കൂടിയവരിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാണോ അവർക്ക് നൽകിയിട വന്നു നീ, മറ്റാരുമില്ല നിന്നാകൂത ഭംഗം വരുത്തുവാനോമലെ. ആരും ഒരു തടസ്സവും പറയില്ല. ഈ മാല സീതാദേവിക്ക് ആർക്കാണോ കൊടുക്കാൻ താല്പര്യം അവർക്ക് കൊടുത്തുകൊള്ളുക എന്നത് കേട്ട് ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാന് നൽകിനാൾ. ഹാരവും പൂണ്ട് വിളങ്ങിനാൻ ഏറ്റവും മാരുതിയും പരമാനന്ദ സംയുതം. ആ മാലയും ധരിച്ച് ഹനുമാൻ വലിയ സന്തോഷത്തോടെ അങ്ങനെ നിന്നു. അത് ആ മാലയുടെ വില കൊണ്ടല്ല, തന്നത് സീതാദേവി ആയതുകൊണ്ടാണ്. അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നീടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ. കൈ 2 കൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ഹനുമാനെ കണ്ട് ശ്രീരാമചന്ദ്രൻ മന്ദം അരികെ വിളിച്ചരുൾ ചെയ്തിതാൻ ആനന്ദപരവശനായി മധുരാക്ഷരം. മധുരമായ അക്ഷരത്തിൽ ഹനുമാനോട് പറയുകയാണ്, മാരുതനന്ദന, വേണ്ടും വരത്തെ നീ വീര വരിച്ചുകൊള്ളുക, ഏതും മടിയാതെ, ഒരു മടിയും കൂടാതെ നീ വേണ്ടുന്ന വരത്തെ വരിക്കുക എന്നത് കേട്ടു വന്ദിച്ചു കപീന്ദ്രനും മന്നവൻ തന്നോട് അപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ, നിൻ തിരുവടി തന്നെ നാമവും ചാരു ചരിത്രവും ഉള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. ഹനുമാൻ പ്രാർത്ഥിക്കുന്നത് ഇതാണ്, ഭഗവാനെ, അങ്ങയുടെ നാമവും ചാരുചരിതവും, അങ്ങയെക്കുറിച്ചുള്ള ഈ കഥയും ഈ ലോകത്ത് ഭൂമിയിൽ ഉള്ള നാൾ, അത്രയും നാൾ എനിക്കും ഈ ഭൂമിയിൽ വാഴണം. വെറുതെയല്ല, രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം. കാരണം ഭൂമിയിലുള്ള മനുഷ്യരെ രാമനാമം ജപിക്കുകയുള്ളൂ, അത് കേട്ടുകൊണ്ടേ എനിക്കിരിക്കണം. രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകേ മനസ്സേ തൃപ്തി വരാ വിഭോ. എനിക്ക് എത്ര കേട്ടാലും മതി വരില്ല ഭഗവാനെ. മറ്റു വരം മമ വേണ്ടാതെയാ നിധേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. മുറ്റും ഇളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണം. എനിക്ക് അങ്ങയിൽ ഇളകാത്ത ദൃഢഭക്തി എനിക്കുണ്ടാകണം എന്നത് കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. മൽകഥയുള്ള നാൾ മുക്തനായി വാഴുക നീ ബ്രഹ്മജ്ഞാനിയായിട്ട് വാഴുക. ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും, അതാകട്ടെ തപസ്സൊന്നും ചെയ്യണ്ട, എന്നിലുള്ള നിഷ്കാമമായ ഭക്തി കൊണ്ട് തന്നെ നിനക്ക് ബ്രഹ്മത്വം വരും. പിന്നീട് ജാനകീദേവിയും ഭോഗ അനുഭൂതികൾ താനേ വരിക എന്ന് അനുഗ്രഹിച്ചിടിനാൾ. അതുപോലെ ഹനുമാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് ശരീരം നിലനിർത്താൻ ആവശ്യമായ എല്ലാം ഭോഗ അനുഭൂതികളൊക്കെ തന്നെ അത് തനിയെ വന്നുകൊള്ളും എന്ന് സീതാദേവിയും അനുഗ്രഹിച്ചു.
ആനന്ദബാഷ്പ പരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ടു. കാരണം പിരിഞ്ഞു പോയേ പറ്റുള്ളൂ, അവിടെ എന്തായാലും താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ഏറെ പണിപ്പെട്ട് ഭഗവാനെ വിട്ടുപിരിയാൻ ഒട്ടും മനസ്സില്ലാതെ ചെന്നു ഹിമാചലം പൊക്കു തപസ്സിനായി. ഇനി അടുത്തത് ഗുഹനെ വിളിക്കുകയാണ്. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ. ഗച്ഛ സഖേ, പോകൂ, നിന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകൂ. പുരം ശൃംഗിവേരം ഭവാൻ, മച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴുക നീ. ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം, പുനരേകഭാവം ഭജിച്ചിടുകെന്നോടു നീ. ഈ ലൗകികമായ ആസക്തി തീരുന്നതുവരെ ലോക സുഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് പിന്നീട് എന്നിലുള്ള ഭക്തി ദൃഢമാകുന്നതോടുകൂടി ഏകഭാവം ഭജിച്ചിടുക, അങ്ങനെ എന്നിൽ മുക്തി പ്രാപിക്കാൻ സാധിക്കും. ദിവ്യാംബര ആഭരണങ്ങളെല്ലാം കൊടുത്തു അവ്യാജ ഭക്തനെ, ഒരു വ്യാജവുമില്ലാത്ത നിഷ്കാമ ഭക്തിയുള്ള ആ ഭക്തനെ യാത്ര വഴങ്ങിനാൻ. ഒരുപാട് ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊടുത്ത് ഗുഹനെ യാത്രയയച്ചു. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ട് രാമനാൽ ആശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. ഗുഹനും ഭഗവാനെ പിരിയാൻ അത്രയും ദുഃഖമായിരുന്നു, എങ്കിലും പിരിയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് രാമനാൽ ആശ്ലിഷ്ടനായിട്ട് ഗംഗാതീരത്തുള്ള തന്റെ ശൃംഗിവേരപുരിയിലേക്ക് പോയി. മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മാല്യ കളഭ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർനാദരാൽ മർക്കടനായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധ പൂക എന്ന് അയച്ചരുളിയിടിനാൻ. എത്ര വിശിഷ്ടമായത് എന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും ആഭരണങ്ങളും വസ്ത്രങ്ങളും മാല്യങ്ങളും കളഭം ഹരിചന്ദനം, ഇങ്ങനെ എന്തൊക്കെയാണ് വാനരന്മാർക്ക് കൊടുത്തത് എന്ന് പറയാൻ സാധിക്കില്ല. അത്രയധികം വിശേഷപ്പെട്ട സമ്മാനങ്ങൾ നൽകി അവരെ അനുഗ്രഹിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഭഗവാൻ എല്ലാവരെയും പുണർന്നു. എന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് കിഷ്കിന്ധയിൽ പോയി സുഖമായി വാഴുക എന്ന് പറഞ്ഞു. സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ട് കിഷ്കിന്ധബുക്കു സുഖിച്ചു മരുവിനാൻ. എല്ലാവർക്കും ഭഗവാനെ പിരിയാൻ വിഷമമുണ്ട്, എന്നാൽ ചില വിരഹങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് ദുഃഖിച്ചിട്ടും കാര്യമില്ല എന്നതിനാൽ കിഷ്കിന്ധയിൽ പോയി എല്ലാവരും സുഖമായി ജീവിച്ചു. പിന്നീട് സീതാ ജനകനായിടും, സീതയുടെ അച്ഛനായിട്ടുള്ള ജനക മഹാരാജാവിനെ പ്രീതിയോടെ പറഞ്ഞ് ആശ്ലേഷവും ചെയ്തു. സീതയെ കൊണ്ട് കൊടുപ്പിച്ചോരോ തരം നൂതന പട്ടാമ്പര ആഭരണാദിയും നൽകി വിദേഹരാജ്യത്തിന് പോകെന്ന് പുൽകി കനിവോട് യാത്ര വഴങ്ങിനാൻ. പിന്നീട് ജനക മഹാരാജാവിനും വേണ്ടുവോളം ആഭരണങ്ങളും വിശിഷ്ടമായ സമ്മാനങ്ങളുമൊക്കെ കൊടുത്തു. കാശിരാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. എല്ലാവർക്കും അവിടെ വന്നു ചേർന്ന എല്ലാ സാമന്ത രാജാക്കന്മാർക്കും ഇഷ്ടം പോലെ ആഭരണങ്ങളും പല വിശിഷ്ടമായ വസ്തുക്കളും നൽകി. എല്ലാം സ്വീകരിച്ച രാജാക്കന്മാർ സമ്മോദം ഉൾക്കൊണ്ടു പോയാരവർകളും. നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ ചരണാംബുജം. മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ. കാരണം വിഭീഷണനാണ് പല രഹസ്യങ്ങളും, ആ രാവണന്റെയും ഇന്ദ്രജിത്തിന്റെയും ഒക്കെ രഹസ്യങ്ങളും, അതുപോലെ അവരെ കൊല്ലാൻ തടസ്സമായി നിൽക്കുന്ന യാഗങ്ങൾ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരം നൽകിയതും എല്ലാം വിഭീഷണനാണ്. അങ്ങനെ ആ യുദ്ധം ജയിച്ചതിൽ വിഭീഷണന് നല്ലൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നീ മിത്രമായി തുണച്ചോരു മൂലം, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ യുദ്ധം ജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ആചന്ദ്രതാരകം ലങ്കയിൽ വാഴുക നീ, നാശം അരികളാലും ഉണ്ടാകയില്ലതേ. ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം നീ ലങ്കയിൽ വാഴുക.
എന്നെ മറന്നുപോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിരടോ. ഇവിടെ അരികൾ, ശത്രുക്കൾ ഒന്നും ഉണ്ടാവുകയില്ല. നിന്നെ എതിർക്കാൻ ശക്തിയുള്ള ഒരു ശത്രുവും ഇനി ഉണ്ടാവുകയില്ല. എന്നെ മറന്നുപോകാതെ നിരൂപിച്ചു പുണ്യജനാധിപനായി വസിച്ചിടുക. എന്നിലുള്ള ആ ഭക്തി ഒരിക്കലും വിട്ടുപോകാതെ ഇരിക്കുകയാണെങ്കിൽ സുഖമായി ജീവിക്കാം. വിഷ്ണുലിംഗത്തെയും പൂജിച്ച് നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മന മുക്തനായി വാണിയിടുക എന്ന് നിയോഗിച്ചു. എന്നിട്ട് മുക്ത ഫല മണി സ്വർണാഭരണങ്ങളും ആവോളവും കൊടുത്ത് ആശു പോവാനയച്ചാവിർമുത ഉണർന്നീടിനാൻ പിന്നെയും. അങ്ങനെ വിഭീഷണനെയും പറഞ്ഞയക്കുകയാണ്. ചിത്തേ വിയോഗ ദുഃഖം കൊണ്ട് കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും. ഭഗവാനെ പിരിയാനുള്ള ദുഃഖം കൊണ്ട് കണ്ണുനീരങ്ങനെ ഇറ്റിറ്റു വീഴുകയാണ്. ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചാൻ ഒരു ജാതി എന്നാൽ എങ്ങനെയൊക്കെയോ വിഭീഷണൻ അവിടെ നിന്ന് പോയി. ലങ്കയിൽ ചെന്ന് സുഹൃജനത്തോടും ആതങ്കമൊഴിഞ്ഞ് ഒരു ദുഃഖവുമില്ലാതെ സുഖിച്ചു വാണിയിടിനാൻ. ഇനി ശ്രീരാമചന്ദ്രന്റെ രാജ്യഭാര ഫലത്തെക്കുറിച്ച് പറയുകയാണ്. ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു. വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. നാൾക്കുനാൾ തന്റെ കീർത്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് അശ്വമേധം തുടങ്ങിയ യാഗങ്ങളും ചെയ്ത് ഈ ലോകത്തെ മുഴുവൻ അങ്ങനെ ഭഗവാൻ പരിപാലിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് വൈധവ്യ ദുഃഖം വനിതമാർക്കില്ല. എല്ലാവരും സുമംഗലികളായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. വ്യാധിഭയവും ഒരുത്തർക്കുമില്ലല്ലോ. അസുഖം അങ്ങനെയുള്ള ഒരു ഭയവുമില്ല. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും. ഭൂമിയിലെങ്ങും ഫലഭൂയിഷ്ഠമായ പഴങ്ങളും സസ്യവർഗങ്ങളും ഒക്കെയായിട്ട് അങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ദസ്യുഭയവും ഒരേടത്തുമില്ലല്ലോ. ദസ്യുക്കൾ കള്ളന്മാരെ ഒന്നും ആർക്കും പേടിയില്ലാതായി, അങ്ങനെ ഇല്ല, കള്ളന്മാരില്ലാതായി എന്ന് പറയാം. ബാലമരണം അകപ്പെടുമാറില്ല, ശിശുമരണങ്ങളൊന്നും ഇല്ല. അതുപോലെ കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും. മഴമേഘങ്ങളൊക്കെ അതിൻ്റെതായ സമയത്ത് വർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. എല്ലാവരും രാമനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ. ഓരോ വർണ്ണത്തിലുമുള്ളവർ അവരവരുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ നാട്ടിൽ എപ്പോഴും എങ്ങും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. എല്ലാവനുമുണ്ട് അനുകമ്പ മനസ്സെ. എല്ലാവർക്കും മനസ്സിൽ ഒരു ആർദ്രതയാണ്, എല്ലാവരോടും പരസ്പരം അനുകമ്പയാണ്. നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ല ആരുമേ പരതാരങ്ങളെ. ആരും അന്യന്റെ ഭാര്യയെ നോക്കുക പോലുമില്ല. ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ. മറ്റുള്ളവരുടെ ദ്രവ്യത്തെക്കുറിച്ച്, ധനത്തെക്കുറിച്ചൊന്നും ആരും ഓർക്കുന്നുകൂടിയില്ല. ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുമുണ്ട്, നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. എല്ലാവർക്കും ഇന്ദ്രിയ നിഗ്രഹം ഉണ്ട്. ഇതൊക്കെ ഭരിക്കുന്ന രാജാവിൻ്റെ ഗുണം പോലെയാണ് നാടും നഗരവും എന്നാണ് പറയുന്നത്. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. തൻ്റെ മക്കളെ എന്ന പോലെയാണ് പ്രജകളെ രക്ഷിച്ചത്. സാകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖം എന്തോ നിതിൽപരം. ഇനി എന്തിനാണ് സ്വർഗം? വൈകുണ്ഠം എന്തിനാണ്? ഇത് തന്നെ സ്വർഗം. അതാണ് പറയുന്നത്, വൈകുണ്ഠ ലോകഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങൾ അകന്നുമേ വീടിനാർ. ഭഗവാന്റെ ചൈതന്യം എവിടെയുണ്ടോ അത് തന്നെ വൈകുണ്ഠം. അപ്പോൾ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ അവിടെ സ്വർഗമായിത്തീരുന്നു, വൈകുണ്ഠമായിത്തീരുന്നു. അത്രയും സുഖ സൗകര്യത്തോടുകൂടെയാണ് എല്ലാവരും വസിക്കുന്നത്. ഇങ്ങനെ അധ്യാത്മരാമായണം, ഭഗവാന്റെ രാമന്റെ അയനം കഥ ഇവിടെ തീരുകയാണ്. രാമായണത്തിന്റെ ഫലശ്രുതി വായിക്കുകയാണ്.
അധ്യാത്മരാമായണം ഇതമെത്രയും അത്യുത്തമോത്തമം. ഉത്തമം എന്നല്ല, അത്യുത്തമം. മൃത്യുഞ്ജയ പ്രോക്തം, കാരണം പറഞ്ഞിരിക്കുന്നത് മൃത്യുഞ്ജയനായിരിക്കുന്ന സാക്ഷാൽ പരമശിവനാണ്. ഇത് അധ്യയനം ചെയ്യിൽ, അധ്യയനം പഠിക്കണം. ഓരോ വരിയുടെയും അർത്ഥമറിഞ്ഞ് അനുഭവിച്ച് വായിക്കണം. അതിന് കർക്കിടകം 1 മാസം പോരാ. അതുകൊണ്ട് തന്നെ മുന്നേ അത് വായിച്ച് അർത്ഥം അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് കർക്കിടകത്തിൽ 1 മാസം കൊണ്ട് വേണമെങ്കിൽ തീർക്കാം. അല്ലാതെ അധ്യയനം ചെയ്യാതെ എല്ലാ കർക്കിടക മാസത്തിലും തുറന്ന് എങ്ങനെയെങ്കിലും തീർക്കണം എന്നതിനാൽ ഓടിപ്പിടിച്ച് വായിക്കുന്നവർക്കും ഒന്നും മനസ്സിലായില്ല, കേൾക്കുന്നവർക്കും ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ വായിക്കുന്നവർക്കുള്ളതല്ല ഈ ഫലശ്രുതി. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ എല്ലാ വർഷവും വായിക്കുന്നതാണല്ലോ, എന്നിട്ട് എനിക്ക് ഈ ഫലമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം നിങ്ങൾ ഓടിച്ചു വായിക്കുകയാണ് ചെയ്തത്. ആ വായിച്ച നിങ്ങൾ പോലും ചിലപ്പോൾ ആസ്വദിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് ആസ്വദിക്കണം, ഭഗവാനെ അങ്ങനെ മനസ്സിൽ അനുഭവിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഫലശ്രുതി. ഇത് അധ്യയനം ചെയ്യിൽ മർത്യൻ ഈ ജന്മന, അതാണ് അത്ര ഉറപ്പോടുകൂടെ പറയുകയാണ്, ഈ ജന്മത്തിൽ കിട്ടും മുക്തി. മുക്തി സിദ്ധിക്കും, അതിനില്ല സംശയം. എന്താണ് മുക്തി? നമ്മുടെ മനസ്സിന്റെ സമചിത്തത, സുഖദുഃഖങ്ങളെ ഒരുപോലെ കാണാനുള്ള കഴിവ്, അതൊക്കെ സിദ്ധിക്കണമെങ്കിൽ ഓടിച്ചു വായിച്ചിട്ട് കാര്യമില്ല. അധ്യയനം ചെയ്ത് അതിലെ തത്വങ്ങൾ മനനം ചെയ്ത് അത് ജീവിതത്തിൽ പ്രയോഗിക്കണം. അങ്ങനെ കിട്ടുന്ന ആ ആത്മസംതൃപ്തി, അതാണ് മുക്തി. മൈത്രീകരം നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളെ ഉണ്ടാക്കുന്നു. ധനധാന്യ വൃദ്ധിപ്രദം, എല്ലാ അർത്ഥത്തിലും എല്ലാ തരത്തിലുമുള്ള ധനധാന്യ വൃദ്ധി ഉണ്ടാകുന്നു. ശത്രുവിനാശനം, ആരോഗ്യവർദ്ധനം, ഇതൊക്കെ ഭൗതികമായ സമ്പത്താണ്. ദീർഘായുഹു അർത്ഥപ്രദം പവിത്രം പരം, വളരെ പവിത്രമാണിത്. സൗഖ്യപ്രദം, നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദത്തെ തരുന്നു. സകല അഭീഷ്ട സാധകം, കാരണം ഭഗവാന്റെ പ്രസാദം ലഭിക്കുമ്പോൾ ഏതഭീഷ്ടവും സാധിക്കുന്നു. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അങ്ങനെ നമ്മൾ രസിച്ച് അതിൽ മുഴുകി വായിക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നു. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. അർത്ഥം അഭിലഷിച്ചിട്ടാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾ ഇത് വായിക്കുന്നതെങ്കിൽ പോലും ആ ആൾക്ക് മഹാധനം ലഭിക്കും. പുത്രാഭിലാഷി സുപുത്രനെയും, പുത്രന്മാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പുത്രനെ ലഭിക്കുന്നു. തഥാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം. ശ്രേഷ്ഠരായ ആളുകൾക്ക് അവർക്ക് സമ്മതനായിത്തീരും ഇത് വായിക്കുന്നവൻ. എല്ലാവരാലും ആദരിക്കപ്പെടും എന്ന അർത്ഥം. വിദ്യാഭിലാഷി മഹാബുധനായി വരും. ഒരു വിദ്യ എന്നാൽ ആത്മവിദ്യയാണ് കൂടുതലും. അങ്ങനെ ഭഗവാനെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് വായിക്കുന്നവൻ മഹാബുധനായി വരും, സർവജ്ഞനായിട്ട് വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്ന് നിർണയം. അവൾക്ക് നല്ലൊരു സന്തതി ഉണ്ടാകും. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും. അതായത് ലൗകികമായ ആസക്തിയിൽപ്പെട്ട് ഉഴലുന്ന ഒരാളാണ് ഇത് ഭക്തിയോടെ പഠിച്ച് മനനം ചെയ്യുന്നതെങ്കിൽ അവൻ മുക്തനായി വന്നിടും. അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ഏതെങ്കിലും രീതിയിലുള്ള അഭിവൃദ്ധി, ധനം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്താണോ ഭൗതികമായി ആഗ്രഹിക്കുന്നത് അത് അവന് ലഭിക്കും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആ തടസ്സമൊക്കെ നീക്കാൻ സാധിക്കും. ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതൻ ഇത് കേൾക്കിൽ നിർഭയനായി വരും. കാരണം ഇതിലെ തത്വങ്ങളൊക്കെ മനനം ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ സർവത്ര നിറഞ്ഞിരിക്കുന്നു, എൻ്റെ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നു എന്ന ചിന്ത വന്നാൽ പിന്നെ എന്തിനാണ് ഭയം? വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. അസുഖങ്ങൾ വന്ന് കഷ്ടപ്പെടുന്നവൻ അസുഖമില്ലാത്തവനായിത്തീരും.
ഭൂതദൈവ ആത്മാർത്ഥമായി ഉടൻ ഉണ്ടാകും ആധികളെല്ലാം അകന്നു പോം. ഇവിടെ ആധി ഭൗതികം, ആധി ദൈവികം, ആധ്യാത്മികം ഇങ്ങനെയുള്ള താപത്രയങ്ങളൊക്കെ ഇല്ലാതാകുന്നു. ദേവ പിതൃഗണ താപസ മുഖ്യന്മാരേവരും ഏറ്റം പ്രസാദിക്കുമന്വഹം. ഇത് വായിച്ചാൽ എല്ലാ ദേവന്മാരുടെയും പ്രസാദമുണ്ടാകും, പിതൃക്കളുടെ പ്രസാദമുണ്ടാകും, താപസന്മാർ ഇങ്ങനെ എല്ലാവരും പ്രസാദിക്കും. കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. ഒരു മനുഷ്യന്റെ പുരുഷാർത്ഥമായിട്ടുള്ള ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മ രാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്ക് ഉപദേശിച്ചിതാതരാൽ. ഇത് സാക്ഷാൽ പരമേശ്വരൻ പാർവതീദേവിക്ക് ഉപദേശിച്ചതാണ്. നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്യിൽ. കേൾക്കുക പ്രത്യേകം, നിത്യവും. എവിടെയും പറഞ്ഞിട്ടില്ല കർക്കടകത്തിൽ മാത്രമെന്ന്. ആരൊക്കെയോ ചേർന്ന് അതൊരു അന്ധവിശ്വാസമാക്കി കളഞ്ഞതാണ്. കർക്കിടകത്തിൽ വായിക്കാം, പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ഒന്ന് പറയുമ്പോഴേക്കും അതിനെ അന്ധവിശ്വാസമാക്കുന്നതാണ് നമ്മുടെ ഈ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ ആപത്ത്. അതുകൊണ്ട് നിത്യവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്യിലും മുതാ കേൾക്കിലും. ഗുരുഭക്തിയോടുകൂടെ ഇത് കേൾക്കുകയോ അധ്യയനം ചെയ്യുകയോ ചെയ്താൽ സിദ്ധിക്കുമെല്ലാ അഭീഷ്ടം എന്നിങ്ങനെ, സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ, ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ, ഇങ്ങനെ ഇത് പരമാർത്ഥമാണ് എന്ന് പറഞ്ഞ് ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും. കിളിയാണ് കഥ പറയുന്നത്. അങ്ങനെ ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത് ഈ ലോകത്തിലെ ഭക്തജനങ്ങൾക്കായി എഴുത്തച്ഛൻ സമർപ്പിക്കുന്നു. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ഓം ശ്രീരാമചന്ദ്രായ നമഃ.